പാലക്കാട് മണ്ണാർക്കാട് പാലക്കയത്ത് വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ പുലി കുടുങ്ങി. നിലവിൽ ആക്കുമറ്റം തങ്കച്ചന്റെ പറമ്പിൽ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി അകപ്പെട്ടത്. വിവരങ്ങളുമായി ഷാരിഖ് നവാസ് കൂടി ചേരുന്നുണ്ട്. ഷാരിഖ്, കുറച്ചു ദിവസങ്ങളായി നാട്ടുകാർ വലിയ ഭീതിയിലായിരുന്നു. അങ്ങനെയുള്ള ആ ഭീതി ഇന്ന് അവസാനിച്ചെന്ന് മനസ്സിലാക്കാം. അങ്ങനെ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്നിതാ പുലി കുടുങ്ങിയിരിക്കുകയാണ്. ശ്രീനിധി, ആ നാട്ടുകാർക്ക് വലിയ സന്തോഷമുള്ള ഒരു ദിവസം കൂടിയാണ് ഇത് എന്ന് തന്നെ പറയാം. കാരണം അവർ വലിയ ഭീതിയിലായിരുന്നു 2 ദിവസങ്ങളിലായിട്ട്. അതായത് ഫെബ്രുവരി 20-നാണ് ഈ പ്രദേശത്തെ പാലക്കയം ആക്കമറ്റത്തിൽ ജോർജ് ജോസഫിന്റെ 6 ആടുകളെയും അതുപോലെ തന്നെ നായ്ക്കളെയും ഈ പുലി കടിച്ചു കൊന്നത്. അതേ തുടർന്ന് ആ നാട്ടുകാർ വലിയ ഭീതിയിൽ കഴിയുകയായിരുന്നു. അപ്പോൾ ഈ ഫെബ്രുവരി 21-നാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ മേഖലയിൽ പുലിക്കൂട് സ്ഥാപിച്ചത്. ഈ കൂടിൽ പുലി തന്നെ ഇന്ന് സ്വമേധയാ വന്ന് അകപ്പെട്ടു എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പുലി കൂടിൽ എന്ന് വന്ന് അകപ്പെടുകയായിരുന്നു. ഇതേ തുടർന്ന് ഈ വൈകിയ വേളയിലും, ഈ രാത്രി വൈകിയ വേളയിലും പുലി കൂട്ടിൽ അകപ്പെട്ടത് കാണാൻ നിരവധി ജനങ്ങളാണ് പ്രദേശത്ത് തടിച്ചുകൂടിയത്. പ്രദേശത്ത് 2 ദിവസത്തിന് മുമ്പ്, അതായത് ഫെബ്രുവരി 20-ന് പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിച്ചിരുന്നു ജനങ്ങൾ. അതായത് ഈ ആടുകളെയും നായ്ക്കളെയും എല്ലാം പുലി കടിച്ചു കൊന്നതിനെ തുടർന്ന് പ്രക്ഷോഭമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഫെബ്രുവരി 21-ന് വൈകിട്ടോടെ വനം വകുപ്പ് മേഖലയിൽ പുലിക്കൂട് സ്ഥാപിച്ചത്. ആ കൂട്ടിലാണ് രാത്രി ഏകദേശം 9:30-യോടെ പുലി വന്നകപ്പെട്ടത്. ഈ പിടികൂടിയ പുലിയെ വനം വകുപ്പ് ശിരുവാണിയിലെ ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടും. അതിനെതിരെയും വലിയ അമർഷമുണ്ട് ജനങ്ങൾക്കിടയിൽ. കാരണം പുലിയെ ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടുന്നു, വീണ്ടും ഈ മേഖലയിൽ പുലി തിരികെ എത്തുന്നു എന്നുള്ള ആക്ഷേപമൊക്കെ ഉയരുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ പിടികൂടിയ പുലിയെ ഇന്നോ അല്ലെങ്കിൽ നാളെ രാവിലെയായിട്ടോ ഉൾക്കാട്ടിലേക്ക് തുറന്നുവിടുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശ്രീനിധി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.